ഹലോ ഫ്രണ്ട്സ്, ബാച്ചലർ കിഡീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്, അതും തൃശ്ശൂർ സ്റ്റൈലിൽ. അപ്പോൾ അതെനിക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത് അമ്മയാണ്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പതുക്കെ കിടന്നാലോ. 3 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നമ്മൾ ഈ മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് അധികം ഉണ്ടാവില്ല. കളറിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അല്പം തൈര്, അത് 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ മസാല നല്ല രീതിയിൽ പുരട്ടിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സ് ആക്കുക. നല്ല രീതിയിൽ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ നമുക്ക് 2 മണിക്കൂറോളം നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. ഫ്രിഡ്ജിലെടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മളെടുത്ത് വറുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഏകദേശം 2 മണിക്കൂറോളം നേരം ഫ്രിഡ്ജിൽ വെച്ച് മസാലയൊക്കെ നല്ല രീതിയിൽ തന്നെ ചിക്കനിൽ പിടിച്ച് നമ്മൾ വറുക്കാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ചിക്കനെ നമുക്ക് വറുത്തെടുക്കണം. നമ്മൾ ഗ്രേവി ടൈപ്പാണ് നമ്മൾ കറി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ചിക്കനും അതിൽ നിന്ന് വറുത്തെടുക്കുക. ചിക്കൻ നമ്മൾ ഒരു സൈഡ് കൂടെ വറുത്തെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബിരിയാണി റൈസിൻ്റെ പരിപാടികൾ ഒരു സൈഡിൽ കൂടെ തുടങ്ങാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള ഡാൽഡ ആഡ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ മെൽട്ടായി വരുന്ന സമയത്ത് നമ്മൾ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് മെൽട്ടായി ചൂടായി വരുമ്പോൾ നമ്മൾ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് മസാല, ഗരം മസാലയാണ്. അപ്പോൾ ഗരം മസാലയിൽ കറുവപ്പട്ട, അതുപോലെ തന്നെ ഏലക്കായ, പെരിഞ്ചീരകം മുതലായ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് എണ്ണയിലേക്ക് ചൂടായിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സവാളയാണ്. ഒരു 2 സവാളയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിനുശേഷം പച്ചമുളക് ഒരു 6 എണ്ണം നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ക്യാരറ്റാണ്. ഒരു 3 ക്യാരറ്റ് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തക്കാളിയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കണത്. ഒരു 2 തക്കാളി, ചെറിയ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്തായി ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ബിരിയാണിയിൽ എടുത്ത് നല്ല രീതിയിൽ കഴുകിയെടുക്കണം. ഏകദേശം 4.5 കപ്പോളം ബിരിയാണിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായി വൃത്തിയായി കഴുകി അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സിലേക്ക് ആ ബിരിയാണി അരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല രീതിയിൽ അത് മിക്സാക്കി എടുക്കണം. നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ ബിരിയാണിയും അതുപോലെ തന്നെ വെജിറ്റബിൾസ് മിക്സാക്കി കൊടുത്തു. അങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക. അതിലേക്ക് ഏകദേശം 7 കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ 7 കപ്പിൻ്റെ കണക്ക് എന്ന് പറയുന്നത് 1 കപ്പ് ബിരിയാണി അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ നമ്മൾ 4.5 കപ്പ് ബിരിയാണി എടുത്തിട്ടുള്ള കാരണം 6 കപ്പ് വെള്ളവും പിന്നെ ഒരു എക്സ്ട്രാ 1 കപ്പും. അത് വരുന്നത് നമുക്ക് തിളച്ച് കഴിയുമ്പോഴേ നമുക്ക് അരി ഊറ്റിക്കളയാണ്ട്, വെള്ളം ഊറ്റിക്കളയാണ്ട് അരി മാത്രമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇത് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ആ ബിരിയാണിയും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. അനം മുഴുവനും ഇട്ട് തീരുമ്പോൾ നമ്മളൊരു ചെറുനാരങ്ങ മുഴുവനായിട്ട് എടുത്ത് പിഴിഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പാണ്. നമുക്ക് വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പുണ്ടായിരിക്കണം. അത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം അല്പം എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തിളയ്ക്കുന്നത് വരെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം. തിളച്ച് വരുമ്പോൾ നമ്മൾ കുക്കർ മൂടി വയ്ക്കുക. പക്ഷേ വെയിറ്റ് ഇടാൻ പാടില്ല, ലോ ഫ്ലെയിമിലാക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ 10 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുള്ള ചോറ് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം.
തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്നും ഊറ്റിക്കളയേണ്ട ആവശ്യം വരാതെ തന്നെ നന്നായി വെന്ത് നമുക്ക് അരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ 7 കപ്പ് എടുക്കണം എന്ന് പറയാൻ കാരണം. അങ്ങനെ ആ റേഷ്യോയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഊറ്റി കളയാതെ തന്നെ നല്ല രീതിയിൽ വെന്തിട്ടുള്ള അരി നമുക്ക് കിട്ടും. നമ്മുടെ ബിരിയാണി റൈസ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള മുതലായി വറുത്തെടുത്ത് ബിരിയാണിയിൽ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ചീനച്ചട്ടി എടുത്ത് അതിൽ ഡാൽഡ ഒഴിച്ചു, അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. അത് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മുന്തിരിയാണ്. മുന്തിരി നല്ലോണം വീർത്ത് വന്നിട്ടുണ്ട്. മുന്തിരി നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മളിടുന്ന സവാള നന്നായി വറുത്തെടുക്കുക. അപ്പോൾ ഇത്രയും ഐറ്റംസ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബിരിയാണി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഓരോ ലെയറിൻ്റെ മുകളിലും നമ്മൾ ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും അതുപോലെ തന്നെ മല്ലിയില നമ്മൾ എടുത്തിട്ടുണ്ട്, അത് നമ്മളും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ലെയറിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ രണ്ടാമത്തെ ലെയറിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ലെയറിൻ്റെ മുകളിലും അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള അതുപോലെ തന്നെ മല്ലിയില ഇട്ട് കൊടുത്തു. ഇത് മൂന്നാമത്തെ ലെയറാണ്. അങ്ങനെ 3 ലെയറിലും നമ്മൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. നമ്മളങ്ങനെ മൂന്നാമത്തെ ലെയറും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി അതിൻ്റെ മുകളിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള മുതലായ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അപ്പോൾ കാണാൻ നല്ല അടിപൊളിയായിരിക്കും. കാണാൻ മാത്രമല്ല നല്ല മണമാണ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ് വെച്ചേക്കണത്. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞിരുന്നു ചിക്കൻ കറിയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ ഇങ്ങനെ വെച്ച് ഫോട്ടോ എടുക്കാൻ കുറച്ച് ഭംഗി ഉണ്ടാവും എന്ന സ്ഥിതിക്കാണ് ഇങ്ങനെ വെച്ചാണ്. ഒരു ചെറിയ പണിയും കൂടി ബാക്കിയുണ്ട്. അതായത് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ നെയ്യും ഡാൽഡയും ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മുഴുവൻ ബിരിയാണിയും അതിനുള്ളിൽ നിറയ്ക്കണം. അങ്ങനെ ബിരിയാണി മുഴുവനും നിറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ വറുത്ത ആ എണ്ണയിൽ അതൊന്ന് മൂടികൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് മാത്രമല്ല, നമ്മളൊരു ഗ്ലാസ് ചിക്കൻ്റെ ഗ്രേവി, അതായത് ചൂടുവെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചെയ്യാൻ പോണത്, ഇത് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമ്മൾ അത് അടുപ്പത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മളിനി ചിക്കൻ ഫ്രൈ ആണല്ലോ ഉണ്ടാക്കിയത്, അതിൻ്റെ ഗ്രേവി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിന് കറിയാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് തന്നെ തിളച്ച സൺഫ്ലവർ ഓയിലിലേക്ക് ഒരു 3 സവാള അരിഞ്ഞത് നമ്മൾ വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക. അങ്ങനെ കളർ മാറി വരുമ്പോൾ നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുള്ളത് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില. ഇതിനിടയിൽ മിളക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി. അതുപോലെ തന്നെ നന്നായി വഴറ്റി വരുമ്പോൾ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിൽ തയ്യാറാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ. അത് നന്നായി ഇളക്കുക, മിക്സാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മളൊരു 2 തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി വഴറ്റി വരുമ്പോൾ ഒരു മസാല നമ്മൾ പൊടിച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ച് വെച്ചത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. അതുപോലെ തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായി നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വഴറ്റിയെടുത്ത സാധനം നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കണം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് കറിയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടി നമ്മൾ കുറച്ച് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം അല്പം ചൂടുവെള്ളം നമുക്കിതിൽ ഒഴിച്ച് കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കാം. നമ്മളിപ്പോൾ മിക്സിയിൽ ഇടാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ളത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് നമുക്ക് ചിക്കൻ ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല കട്ടി, നല്ല കുഴമ്പ് പരുവത്തിൽ നമുക്ക് കിട്ടും. ചാറിന് നല്ല കട്ടി ഉണ്ടാവും, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും.
അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ ചിക്കൻ കറിയുടെ പ്രിപ്പറേഷനും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് സർവ് ചെയ്ത് വയ്ക്കാം. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. നല്ല മണവും, എന്താ മണം, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കാണുന്ന ബെല്ലൈക്കും കൂടി പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി ലഭിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.